ഇന്നത്തെ റെസിപ്പി കാണാനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാല് ചേർത്തിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ചൂടെന്ന് പറയുമ്പോൾ തിളച്ചിട്ടുള്ള വെള്ളം ആവരുത്, കൈ ഇട്ടാൽ തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ടല്ലോ, ചെറിയൊരു ചൂട് മതിയാവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക്, വലിയ എരിവില്ലാത്ത മുളകാണ് കേട്ടോ, ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഫില്ലിങ്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുണ്ടെങ്കിൽ നോമ്പൊക്കെ ആണല്ലോ, ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ വേറെ സ്നാക്കിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള ഒരുപാട് വഴന്ന് സോഫ്റ്റ് ആവണമെന്നില്ല, പകുതി വേവായാൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 നുള്ള് ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണക്ക് നന്നായിട്ട് തന്നെ മാറി കിട്ടണം. മസാലയുടെ പച്ചമണക്ക് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബീഫാണ്. ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. അത് ചെറുതായിട്ട് പിച്ചിയിട്ട് ചെറിയ പീസായിട്ട് പിച്ചിയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബീഫും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ അളവിൽ തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം തന്നെ ഏകദേശം 1 മണിക്കൂർ ആയപ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള പത്തിരിയായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഓരോ പീസും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കുറച്ച് മൈദ തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറഞ്ഞ് പരത്തിയെടുക്കേണ്ട, ചെറിയൊരു കട്ടിക്ക് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതേ രീതിയിൽ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഷേപ്പിലായിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ പീസിൻ്റെ സെൻറ്ററിലായിട്ട് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ മടക്കി ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതങ്ങ് വിട്ടു പോരുകയും ചെയ്യും. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇനി റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടാവണം, നന്നായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ടാവണം, എന്നാലേ കറക്റ്റായിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് ഇങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കാണാനൊരു മൊഞ്ചാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗം മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്, അതിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ വെച്ച് സെർവ് ചെയ്യുന്ന സമയത്ത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ പകുതി ഭാഗം മാത്രമാണ് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പെട്ടെന്ന് ഒരു കറക്റ്റായിട്ട് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം.
ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് പൊങ്ങി വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഉള്ളിലെ ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.